മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ വീഡിയോ ഒരു ചെടിയെ സംബന്ധിച്ചാണ്. നമുക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള ഒരു ചെടിയാണ് അഡീനിയം എന്ന് പറയുന്നത്. അഡീനിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൃക്ഷം, ഒരു ചെറു വൃക്ഷമായിട്ട് നിന്ന് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അഡീനിയം. അതാണ് ഈ അഡീനിയം. പക്ഷേ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഇതിൻ്റെ പരിചരണത്തിൽ അല്പം കൂടെ നമ്മൾ ജാഗ്രത പാലിക്കണം, ശ്രദ്ധ പാലിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് വെള്ളം കുറച്ച് മാത്രം മതി. ഡെസേർട്ട് ഫ്ലവർ, അതായത് മരുഭൂമിയിലെ ചെടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇതിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പം ഈ ചെടി നമുക്ക് ചട്ടിയിലാണ് സാധാരണ നട്ടുപിടിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വെള്ളം അല്പം മാത്രം മതി. മഴക്കാലത്ത് ഇത് മഴ നനയാതിരിക്കത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ ഇതിപ്പം കുറച്ച് നാളുകൊണ്ട് മഴ നനയുമായിരുന്നെങ്കിലും ഇതിന് പൂവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. മുട്ടുകളൊക്കെ ഇതിൻ്റെ മുട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നിറച്ച് മുട്ടൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പരിചരണം ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പരിചരണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 കൊല്ലം, അതായത് 2 വർഷമാവുന്നുണ്ടേ ഇത് ഇരിക്കുന്ന ആ പൂച്ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത് മണ്ണുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ വേരൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം, റെഡിയാക്കിയെന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുതിയ മണ്ണും വളവും ഒക്കെ ഇട്ട് വീണ്ടും അത് നടുക. പിന്നെ നട്ടതിന് ശേഷം അങ്ങനെ ആണെങ്കിലേ നിറച്ച് പൂ കിട്ടൂ. അല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ചെടിയായിട്ട് ഇങ്ങനെ വളർന്ന് വരും, പൂക്കൾ കിട്ടത്തില്ല. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിക്കുന്ന ഒരു സിസ്റ്റമാണ്. നിറയെ പൂക്കൾ കിട്ടാൻ ശിഖരങ്ങൾ മുറിക്കണം. അപ്പം ഇത് ഈ ചട്ടിയിൽ നിന്നും മാറ്റി ഇപ്പം മറ്റൊരു ചട്ടിയിലേക്ക് ഞാൻ നടാൻ പോവുകയാണ്. നട്ട് പുതിയ ഇലകൾ വന്ന് കിളിച്ചു എന്ന്, അതായത് വേരുകളൊക്കെ ബലം പ്രാപിച്ച് കിളിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നത്. ശിഖരങ്ങൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ പിടിക്കുക. ആ ശിഖരങ്ങൾ മൊത്തം പൂക്കളാവും. ഇലകൾ കാണാനൊക്കത്തില്ല, പകരം പൂക്കളായിരിക്കും. ഇലകളില്ലായിരിക്കും, എല്ലാം പൂക്കളായിരിക്കും, മൊത്തത്തിൽ പൂക്കളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമ നൽകുന്ന മനോഹരമായ പുഷ്പങ്ങളുണ്ടാകുന്ന ഒരു ചെടിയാണ് അഡീനിയം. ഇപ്പോൾ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന അഡീനിയം നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇത് ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന അഡീനിയമാണ്. നിറയെ ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന അഡീനിയാണ്. ഇതിപ്പോഴൊരു 5 കൊല്ലം കൊണ്ട് ഞാൻ നട്ട് വളർത്തി പരിപാലിക്കുന്ന ഒരു അഡീനിയമാണ്. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഇതുവരെ ഞാൻ ഇതിൻ്റെ ചെടിച്ചട്ടി മാറാതിരുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ചെടിച്ചട്ടിയിൽ നിന്ന് നമ്മളിത് പിഴുതെടുത്തു. ചെടിച്ചട്ടി പിഴുതെടുക്കത്തക്ക രീതിയിൽ, അതായത് ഇത് മേപ്പോട്ട് പിടിക്കുന്ന വരത്തക്ക രീതിയിലാണ് നമ്മളിത് നടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കല്ലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ മണ്ണ് അരിച്ച് അതിൽ വളമൊക്കെ ചേർത്താണ് നമ്മൾ ഇടുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ വേര് വലുതായിട്ടുള്ള വേരും ഒന്നുമില്ല, കുറച്ച് വേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പരിചരണമൊന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ചെടിച്ചട്ടിയിൽ നിന്നും പിഴുതെടുത്ത ഈ ചെടിയുടെ വേരിൽ ഇരിക്കുന്ന മണ്ണും ഒക്കെ നമുക്ക് കളയണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ മണ്ണ് മൊത്തം ഇളക്കി കളയണം. വേരിൽ ഉണ്ടായിരുന്ന മണ്ണും മറ്റ് എല്ലാം നീക്കം ചെയ്തു നല്ല രീതിയിലാക്കി അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി. ഇനി നമ്മൾ ഈ സിമൻറ്റ് ചട്ടിയിലാണ് ഇത് നടുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കരുത്. അതിനുള്ള സംവിധാനം ആദ്യം നമ്മൾ ഒരുക്കണം. അതിന് ഇവിടെയാണ് സെൻട്രൽ ഭാഗത്താണ് ഇതിൻ്റെ ഹോളുള്ളത്. അവിടെ നമ്മൾ ഈ ഒരു റോഡ് പിടിച്ചു. കാരണം ഇല്ലെങ്കിൽ നമ്മൾ മണ്ണിടുന്നുടനെ ആ ഹോൾ അടഞ്ഞു പോയി വെള്ളം കെട്ടി നിൽക്കും. അതിനുശേഷം കുറച്ച് ഓട്ടിൻ കഷ്ണങ്ങളാണ് നിരത്തി കൊടുക്കുക. കാരണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും മണ്ണ് ഇടുന്നുണ്ടേ അത് അടഞ്ഞു പോകാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓടിൻ്റെ കഷ്ണങ്ങളില്ലെങ്കിൽ ഇഷ്ടിക കഷ്ണങ്ങളിടാം. അതുമില്ലെങ്കിൽ നമ്മുടെ കൊച്ചു കല്ലുകൾ പറക്കി നമുക്കിടാവുന്നതാണ്. ഇത് ഇഷ്ടികയുടെ മുറിയാണ്. ഇങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും, മനോഹരമായ അഡീനിയത്തിന് കേടുപാടുകൾ സംഭവിക്കും.
ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വളമെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് 2 കൊല്ലം കൂടുന്ന പിഴുതെടുക്കണം. അതുകൊണ്ട് ഇതിനകത്ത് കിടക്കുന്ന ഈ മണ്ണും ഒന്നും കട്ടിയായി പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറെന്ന് പറയുമ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ആ കട്ട, അത് വെള്ളത്തിലിട്ട് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് വെള്ളത്ത് വെച്ച് ഉണക്കി ആ ചകിരിച്ചോറിനോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഈ സംഗതികൾ ഇത് തുല്യ അനുപാതത്തിലിട്ടു. അതിനുശേഷം ഒറ്റ കൈ സൂഡോമോണസോളിട്ട് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ആ മണ്ണാണ് ഇത്. ഈ മണ്ണ് നമുക്ക് കുറച്ച് ഇതിനകത്ത് നീപ്പ് ഇടണം. ഇപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ ഈ പറഞ്ഞ സംഗതി കിട്ടും. ഇനി നമുക്ക് ഈ അടീനിയം പലരും ഈ അടീനിയത്തിൻ്റെ വേരുകൾ കണ്ടിച്ച് കളയാറുണ്ട്. പകരം ഞാൻ വേരുകളൊന്നും തന്നെ കണ്ടിച്ച് കളയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം വേരുകൾ നമ്മൾ ഓരോ വർഷവും ഇത് പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേരുകൾ കണ്ടിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. വേരുകൾ അവിടെ ഇരുന്നോട്ടെ. വേരുകൾ കണ്ടിച്ച് കളയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതെടുത്ത് ഇതിനകത്തോട്ട് നമുക്ക് ഇറക്കി വയ്ക്കണം. അടിയനം നമ്മൾ തയ്യാറാക്കിയ മിശ്രിതത്തിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഫ്ലോട്ടിംഗ് മിശ്രിതമുണ്ട്. ഫ്ലോട്ടിംഗ് മിശ്രിതം എന്ന് പറയുമ്പോൾ നടിയൽ മിശ്രിതത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇനിയും ഇതിനകത്ത് ബാലൻസ് വന്ന കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണും കൂടെ നമ്മൾ ഇടാൻ പോവുകയാണ്. ആ മണ്ണൂടെ ഇതിനകത്ത് നമുക്കിടണം. അടിയന ചെടി നമ്മൾ ചട്ടിക്കകത്ത് ഇറക്കി വെച്ചു. നമ്മൾ തയ്യാറാക്കിയ നടിയൽ മിശ്രിതം ഇട്ടു. അതിനുശേഷം ഇത് ഒന്ന് അമക്കി കൊള്ളിക്കണം. നടിയൽ മിശ്രിതം ഒന്ന് അമക്കി കൊള്ളിക്കണം. കാരണം ഇതെല്ലാത്തിടത്തും ഒന്ന് പതിയത്തക്ക രീതിയിൽ അമക്കി കൊള്ളിക്കണം. അതുപോലെ അടുത്ത പ്രാവശ്യം വളം ഇടുന്നുണ്ട്. ഒരു വർഷത്തിൽ നമ്മൾ വളം 4-5 പ്രാവശ്യം വളം ഇട്ട് കൊടുക്കണം. ഒരു 2 മാസമോ അല്ല 3 മാസമോ കൂടുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും രാസവളങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം രാസവളങ്ങൾ വലിയ ദോഷം ചെയ്യും. പിന്നെ രാസവളങ്ങൾ അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു 5 ഗ്രാമോ അങ്ങാണോ ഒക്കെ ദൂരെ കൂട്ടി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒരാഴ്ച ഇതിന് വെയിൽ കൊള്ളാൻ ഇടയാവരുത്. ഒട്ടും തന്നെ വെയിൽ കൊള്ളാൻ ഇടയാവരുത് ഒരാഴ്ചത്തേക്ക്. ആ രീതിയിൽ ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇലകളിലും തണ്ടുകളിലും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഒരാഴ്ചത്തെ ഒരു 5-6 ദിവസത്തേക്ക്. ഇലകൾക്ക് വെള്ളത്തെ ആദേശം ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്, എല്ലാ സസ്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് ഒരു 2 മാസം കഴിയുന്നുണ്ടേ ഇത് നിറയെ പൂക്കളാകും. ആ പൂക്കൾ കഴിയുന്നുണ്ടേ ഇത് ശിഖരങ്ങൾ മുറിച്ച് കളയുന്ന ഒരു രീതിയുണ്ട്. എല്ലാ വർഷവും ശിഖരങ്ങൾ മുറിച്ച് കളയും. അങ്ങനെ മുറിച്ച് കളയുന്നുണ്ടേ ഈ കുറ്റിച്ചെടി പോലെ നല്ലൊരു വൃക്ഷം പോലെയുള്ള ഈ മരത്തിലുണ്ടായി നിൽക്കുന്ന ഈ കുഞ്ഞു മരത്തിലുണ്ടാക്കി നിൽക്കുന്ന പൂക്കൾ നമുക്ക് വളരെയധികം സന്തോഷം പകരുന്നതാണ്. സുഗന്ധമില്ലെങ്കിലും വളരെയധികം സന്തോഷം പകരുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.